പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ അവഗണിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് സിപിഐയിൽ തിരുത്തൽ. ജില്ലാ കൌൺസിലിലെ പുതുമുഖങ്ങളിൽ 12 പേരിൽ 9 പേർ പിന്നാക്ക ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ജാതി അടിസ്ഥാനത്തിലല്ല സിപിഐയിൽ സ്ഥാനങ്ങൾ നൽകുന്നത് എന്നായിരുന്നു വിവാദങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. സിപിഐയുടെ ജില്ലാ നേതൃത്വം നായർ കരയോഗമായി മാറുന്നു. പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നു. ഇതായിരുന്നു പാർട്ടി ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ലഘുലേഖ. ജില്ലാ സമ്മേളനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തുവന്ന വാർത്തകൾ സിപിഐ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി. ജില്ലാ സമ്മേളനത്തിലും പല മണ്ഡലം കമ്മിറ്റികളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശക്തമായ വിമർശനം ഉന്നയിച്ചു. വിഭാഗീയ നീക്കങ്ങളുടെ ഭാഗമാണിതെന്നായിരുന്നു നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ജാതി നോക്കി സ്ഥാനമാനങ്ങൾ നൽകുന്ന പാർട്ടിയല്ല സിപിഐ എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സമ്മേളനത്തിൽ വിശദീകരിച്ചു. പാർട്ടി രഹസ്യങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നതിനെയും രൂക്ഷമായി സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണത്തിന് ശേഷവും മണ്ഡലം കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തവർ വാർത്തകളെ വിമർശിക്കുകയല്ല, വസ്തുത പരിശോധിക്കുകയാണ് വേണ്ടതെന്ന് ആവർത്തിച്ചു. തുടർന്ന് നടന്ന ജില്ലാ കൌൺസിൽ തെരഞ്ഞെടുപ്പിലാണ് പരാതി പരിഹരിക്കും വിധം പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയത്. അപ്പോഴും യോഗ്യരായ പലരെയും ഒഴിവാക്കിയെന്ന പരാതി ബാക്കിയാണ്. ജില്ലാ കൌൺസിലിലേക്ക് മത്സരമുണ്ടാകുമെന്ന സൂചന തുടക്കം മുതലുണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ് നേതൃത്വം സമവായ നീക്കങ്ങൾ ശക്തമാക്കി. മത്സരിക്കാൻ സാധ്യതയുള്ളവരെ നേതാക്കൾ നേരിട്ട് കണ്ട് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. വിമർശിച്ച് സംസാരിക്കുന്നവരോട് അത് ശരിയായില്ലെന്ന് നേതാക്കളിൽ ചിലർ പറഞ്ഞതായി പരാതിയുണ്ട്. സമ്മേളനത്തിലെ ചർച്ചയിൽ ചിലർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നടത്തിയ ഇടപെടലിന്റെ ഭാഗമാണ് ജില്ലാ കൌൺസിലിലേക്ക് മത്സരം ഒഴിവാക്കി മാങ്കോട് രാധാകൃഷ്ണനെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ന്യൂസ് 18 തിരുവനന്തപുരം.